ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ പ്രചാരണം തുടങ്ങി. ഇന്നലെ വൈകിട്ട് മണ്ഡലത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ സിപിഎം ജില്ലാ സെക്രട്ടറി പി രാജീവും പ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു. തൃപ്പൂണിത്തുറ നഗരത്തിൽ പ്രകടനം നടത്തിയായിരുന്നു ആദ്യ പ്രചാരണ പരിപാടി. മന്ത്രി കെ ബാബുവിന്റെ മണ്ഡലമായ തൃപ്പൂണിത്തുറയിൽ എം സ്വരാജിലൂടെ ശക്തനായ എതിരാളിയെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. ബാർക്കോഴ ആരോപണം മുഖ്യ പ്രചരണായുധമാകുന്ന മണ്ഡലത്തിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്നും ഇടതുപക്ഷം വിലയിരുത്തുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ ചില പാകപ്പിഴകൾ ആദ്യഘട്ടത്തിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും എം സ്വരാജിനെ അവതരിപ്പിക്കുക വഴി തൃപ്പൂണിത്തുറയിൽ ഇത്തവണ നടക്കുന്നത് വാശിയേറിയ മത്സരമായിരിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. സ്ഥാനാർത്ഥിയെ മുൻകൂർ അവതരിപ്പിക്കുക വഴി പ്രചരണത്തിൽ ഒരുപടി മുന്നേറാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ഇന്നലെ വൈകിട്ട് മണ്ഡലത്തിലെത്തിയ സ്വരാജിനെ മുദ്രാവാക്യം വിളികളോടെയാണ് പ്രവർത്തകർ വരവേറ്റത്. UDF എന്ന സംവിധാനത്തെ കേരളത്തിലെ ജനങ്ങൾ അത്രമേൽ വെറുത്തുപോയിരിക്കുന്നു. തീർച്ചയായും UDFന്റെ പേരിൽ മത്സരിക്കുന്നവരെ കാത്തിരിക്കുന്നത് മറ്റു മണ്ഡലങ്ങളിൽ എന്ന പോലെ ഇവിടെയും പരാജയം തന്നെയാണ്. അത് തെളിയിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. സ്ഥാനാർത്ഥി നിർണയം വൈകിയെങ്കിലും ജില്ലയിലെ ആദ്യ പരസ്യ പ്രചരണം തൃപ്പൂണിത്തുറയിൽ തുടങ്ങാൻ കഴിഞ്ഞതിൽ ഇടതുപക്ഷത്തിന് ആശ്വസിക്കാം. മണ്ഡലത്തിന് പുറത്തുള്ളയാളായ സ്വരാജിനെ വോട്ടർമാർക്ക് പരിചിതനാക്കുന്നതിനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് വരുന്ന ദിനങ്ങളിൽ ആസൂത്രണം ചെയ്യുന്നത്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം പ്രേംലാൽ, മീഡിയ 1 കൊച്ചി.